ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടി മാത്രം തൊട്ടുകൊണ്ടൊരു വര വരയ്ക്കുകയാണെങ്കിൽ ആ വരയെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ്, അഥവാ മലയാളത്തിൽ തൊടുവര എന്ന് വിളിക്കും. അപ്പോൾ തൊടുവരയിൽ ആദ്യം പഠിക്കാനുള്ളത് ഒരു തൊടുവര. അതാണ് ഇവിടെ ഇപ്പോൾ ഈ തൊടുവര എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ബിന്ദുവിനെ ജോയിൻ ചെയ്താൽ, അതായത് ഒരു ആരം വരച്ചു കഴിഞ്ഞാൽ, റേഡിയസ് വരച്ചാൽ നമുക്ക് 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു സർക്കിളിലെ ഏത് ബിന്ദുവിൽ കൂടി വേണമെങ്കിലും നമുക്ക് തൊടുവര വരയ്ക്കാം. ഒരു സർക്കിളിൽ എത്ര തൊടുവര വേണമെങ്കിലും വരയ്ക്കില്ല. സർക്കിളിലെ ഏത് ബിന്ദുവിൽ കൂടി വേണമെങ്കിലും നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാം. ഈ ടാൻജൻറ്റ് റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു സർക്കിളിന് പുറത്തൊരു ബിന്ദുവിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജൻറ്റ് വരയ്ക്കാം. സർക്കിളിൻ്റെ ഷേപ്പ് ഒന്ന് വൃത്തികേടായി പോയി. സർക്കിളിന് പുറത്ത് പി എന്ന് പറയുന്ന ഒരു ബിന്ദു ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സർക്കിളിലേക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. അതിൽ നിന്ന് സർക്കിളിലേക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കാം. ഞാനിപ്പോൾ ഇതിന് പി എ എന്നും പി ബി എന്നും പേരിട്ടെന്ന് വെച്ചോ. എങ്കിൽ ഈ 2 ടാൻജൻറ്റിൻ്റെ നീളം സെയിം ആയിരിക്കും. ഇത് 5 സെൻറ്റിമീറ്റർ എങ്കിൽ ഇതും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടാൻജൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ടാൻജൻറ്റ്? വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടി തൊട്ട് കടന്നു പോകുന്ന വര. ഒരു ടാൻജൻറ്റ് ആർക്ക് പെർപെൻഡിക്കുലറാണ്? റേഡിയസിന് പെർപെൻഡിക്കുലറാണ്, ആരത്തിന് ലംബമായിരിക്കും അല്ലേ തൊടുവര. വൃത്തത്തിന് പുറത്ത് നിന്ന് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കാം. 2ൻ്റെ നീളം സെയിം ആയിരിക്കും. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്ത് തന്നെ നമുക്ക് ഇങ്ങനെ പഠിക്കാം. സെൻറ്ററിലേക്ക് ഈ എയും ബിയും ജോയിൻ ചെയ്താലോ, അപ്പം നമുക്കൊരു ചതുർഭുജം കിട്ടി അല്ലേ, ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. ഒ ബി പി എ എന്ന് പറയുന്ന ഒരു ചതുർഭുജം കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾസ് ഒന്ന് എഴുതി നോക്കിയാൽ ഇത് 90 ആയിരിക്കും നമ്മളിവിടെ പഠിച്ചു. ഇതും 90 ആയിരിക്കും അല്ലേ, ടാൻജൻറ്റും റേഡിയസുമാണ്. അതുപോലെ തന്നെ ഈ ആംഗിളും തമ്മിലൊരു ബന്ധമുണ്ട്. ഇവ സപ്ലിമെൻ്ററി ആയിരിക്കും, ഇവ അനുപൂരക കോണുകളായിരിക്കും. അനുപൂരക കോണമെന്ന് വെച്ചാൽ എന്താണ്? അവ കൂട്ടിയാൽ 180 ഡിഗ്രി വരുമെന്ന്. അതായത് ഈ കിട്ടുന്നത് ഒരു ചക്രീയ ചതുർഭുജമാണ്. എന്തുകൊണ്ടാണ് ചക്രീയ ചതുർഭുജം കിട്ടിയെന്ന് ടാൻജൻറ്റ് വരയ്ക്കാൻ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞില്ല, അതിൽ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ കിട്ടുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ ആംഗിളുകൾ തമ്മിലുള്ള ബന്ധം സർക്കിൾസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂട്ടിയാൽ 180, അതായത് സപ്ലിമെൻ്ററി, അനുപൂരകമാണ്. അപ്പോൾ ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരണം? 100 ഡിഗ്രി വരണം. ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 നിന്ന് 110 കുറച്ചാൽ മതി അല്ലേ, 70 ഡിഗ്രി ആയിരിക്കും. ഈ 2 കോണുകൾ 90 ഡിഗ്രി തന്നെയായിരിക്കും. ഈ 2 കോണുകൾ അനുപൂരകമായിരിക്കും. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലുമായിരിക്കും. ഒരേ ബിന്ദുവിൽ കൂടി ടാൻജൻറ്റുകൾ വരച്ചേക്കുന്നു, എയിലും ബിയിലും കൂടെ തൊടുവരകൾ വരച്ചേക്കുന്നു. അതേ ബിന്ദുക്കളിൽ കൂടി അപ്പോൾ എയിലും ബിയിലും കൂടെ റേഡിയസും വരച്ചേക്കുന്നു. ഇവ ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ്. ഈ 2 കോണുകൾ 90 ആണ്. ഇവ രണ്ടും സപ്ലിമെൻ്ററിയാണ്. ഇവയും സപ്ലിമെൻ്ററി തന്നെയാണ്. അപ്പോൾ ഇത് സപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ അനുപൂരകം അല്ലേ, കൂട്ടിയാൽ 180 വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കണമെന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനൊരു വര വരച്ചാൽ, സെൻറ്ററിൽ നിന്ന് നേരെ ആ വെളിയിലെ ബിന്ദുവിലേക്കൊരു വര വരച്ചാൽ നമുക്ക് 2 ഈക്വൽ ട്രയാങ്കിൾ കിട്ടും, അതായത് കോൺഗ്രുവൻ ട്രയാങ്കിൾ, 2 തുല്യ ത്രികോണങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നീളങ്ങൾ തുല്യമാണ്, ഈ നീളങ്ങൾ തുല്യമാണ്, ഇത് കോമൺ സൈഡാണ്. അതുകൊണ്ട് 2 തുല്യ ത്രികോണങ്ങൾ കിട്ടും അല്ലേ. കൂടാതെ 2 മട്ട ത്രികോണങ്ങൾ കൂടിയാണവ, 2 മട്ട ത്രികോണങ്ങൾ കൂടിയാണല്ലേ. കൂടാതെ ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കണം. ഇത് മൊത്തം 110 ആയിരുന്നെങ്കിൽ ഈ വര വരച്ചപ്പോൾ അത് പകുതിയായി, അതായത് 55 കോണിൻ്റെ സമഭാജിയായി അല്ലേ. ഇത് 70 ആണെങ്കിൽ 70ൻ്റെ പകുതിയായിരിക്കും. ഇവിടെ 35 ആയിരിക്കും. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഇവിടെ എ ബി എന്നൊരു ഞാണുണ്ട് അല്ലേ, കോഡുണ്ട്. ഈ കോഡിൻ്റെ 2 എൻഡിൽ കൂടിയും തൊടുവര വരച്ചിട്ടുണ്ട്. ബിയിൽ കൂടിയും തൊടുവര വരച്ചിട്ടുണ്ട്, എയിൽ കൂടിയും തൊടുവര വരച്ചിട്ടുണ്ട്. എങ്കിൽ ഇതാണ്ടേ ഇവിടെ ഒരു ത്രികോണം ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചോ. ഈ 2 എൻഡും ചേർത്ത് വരച്ചൊരു ത്രികോണം നിർമ്മിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നിച്ച് ഒറ്റപ്പടത്തിൽ നിന്ന് വരയ്ക്കാം. ഈ 3ാമത്തെ പോയിന്റ് സി ആണെങ്കിൽ സിയിൽ കൂടിയും തൊടുവര വരച്ചേക്കുന്നു. അപ്പോൾ ഇവിടെ കുറേ കോണുകൾ ഉണ്ടായിട്ടുണ്ടല്ലേ. ഈ കോണുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. നമുക്കത് കളറിട്ട് അടയാളപ്പെടുത്താം. ഇവ ഈക്വലായിരിക്കും, ഈ കോണിന് ഈക്വലായിരിക്കും ഇത് 2 എണ്ണം. അതുപോലെ തന്നെ ഈ കോണിന് ഈക്വലായിരിക്കും ഇതും. ആൻഡ് ലാസ്റ്റ്ലി ഈ കോണിന് ഈക്വലായിരിക്കും ഇതും. ഇതെങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്? അത് കൃത്യമായൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് പഠിക്കും. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഞാണ് സർക്കിളിലേക്ക് ചേർത്ത് വരച്ചപ്പോൾ ഇതാണ്ട് ഇവിടെ x ഡിഗ്രിയാണ് കോണെങ്കിൽ
ഈ എ ബി എന്ന് പറയുന്ന ഞാണിൻ്റെ രണ്ട് എൻഡിലും എന്തുണ്ട്? തൊടുവരകളുണ്ട്. ആ തൊടുവരയും ഞാണും തമ്മിലുണ്ടാക്കുന്ന കോണും എക്സ് ഡിഗ്രി തന്നെയായിരിക്കും. അതായത് ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെയും എക്സ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഞാണൊന്ന് നോക്കാം. സി എ എന്ന് പറയുന്ന ഞാൻ നോക്കുകയും അത് സർക്കിളിലേക്ക് ചേർത്ത് വരച്ചപ്പോൾ വൈ ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ ഞാൻ സർക്കിളിലേക്ക് ചേർത്ത് വരച്ചപ്പോൾ വൈ ഡിഗ്രി കിട്ടി. എങ്കിൽ ആ ഞാണിൻ്റെ രണ്ട് എൻഡിലും തൊടുവരകൾക്കിടയിൽ ഞാൻ ഉണ്ടാക്കിയ കോൺ എത്ര തന്നെയായിരിക്കും? വൈ ആയിരിക്കും. ആൻഡ് ഫൈനലി ഇത് ഇസഡ് ഡിഗ്രി ആണെങ്കിൽ ഈ ഞാണിൻ്റെ രണ്ട് എൻഡും ചേർത്ത് വരച്ചപ്പോൾ ഇസഡ് ഡിഗ്രി ആണെങ്കിൽ ഈ സി ബി എന്ന് പറയുന്ന ഞാണിൻ്റെ രണ്ട് എൻഡിലും തൊടുവരകൾ ഉണ്ടാക്കിയ കോൺ എത്രയായിരിക്കും? ഇസഡ് ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഇസഡ് ആയിരിക്കും, ഇവിടെ ഇസഡ് ആയിരിക്കും. ഇന്ന് ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചേക്കുക. ഇത് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്താൽ എത്ര കിട്ടുമെന്നും കൂടെ ഒന്ന് നോക്കുക. അത് നമ്മൾ സർക്കിളിൽ പഠിച്ചൊരു ഐഡിയ തന്നെയാണ്. ഇവിടെ ഇസഡ് ആണെങ്കിൽ സെൻറ്ററിൽ അതിൻ്റെ ഇരട്ടി വരണം അല്ലേ, അതായത് 2z വരണം. അത് നമ്മൾ സർക്കിളിൽ പഠിച്ചതാണ്. ഒരു കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നതെന്ന്, അല്ലെങ്കിൽ ഇവിടെ വരുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും കേന്ദ്രത്തിൽ വരുന്നതെന്നല്ലേ. അപ്പോൾ ഇവിടെ y ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ 2y ആയിരിക്കും. ഇവിടെ x ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ അല്ലേ, 2x ആയിരിക്കും. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ ത്രികോണത്തിൻ്റെ 3 കോണുകളും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ ത്രികോണത്തിൻ്റെ 3 കോണുകളും കണ്ടുപിടിക്കണം. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70 ആയിരിക്കും എന്നറിയാം അല്ലേ. അപ്പം ഈ ഞാണുമായി കണക്ട് ചെയ്ത് പഠിക്കണം. ഇപ്പം ഈ ഞാണിന് ഇവിടെ ഉണ്ടാക്കുന്ന കോൺ 70 ആയിരിക്കും. അതുപോലെ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. അപ്പോൾ ഈ ഞാണ് ഇവിടെ ഉണ്ടാക്കുന്ന കോണും 60 ആയിരിക്കും. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. അപ്പോൾ ഈ ഞാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന കോൺ 50 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ പി സി എന്ന് പറയുന്നത് തൊടുവരയാണ്, ടാൻജൻ്റ് ആണ്. ആൻഡ് ഇതോ എ ബി എന്ന് പറയുന്ന ഞാണിനെ നീട്ടി പിയിൽ കൊണ്ടുവന്ന് മുട്ടിച്ചേക്കാണ്. എ ബി എന്ന് പറയുന്ന കോഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിയിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു. ആൻഡ് പി സി ഈസ് എ ടാൻജൻറ്റ്. ഇങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാവുന്ന ഒരു ഇക്വേഷനാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. അതായത് നമ്മൾ ആ ഐ ഡി വെച്ചിട്ട് തന്നെ പഠിക്കണം. പി എ അതായത് മൊത്ത നീളം ഇൻറ്റു പി ബി പുറത്തുള്ള നീളം ഈക്വൽ ടു ടാൻജൻറ്റിൻ്റെ സ്ക്വയർ അല്ലേ, തൊടുവരയുടെ സ്ക്വയർ. അങ്ങനെ തന്നെ ഇത് പഠിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ പി എ 4 സെൻറ്റിമീറ്ററും പി ബി 9 സെൻറ്റിമീറ്ററും ആണെങ്കിൽ പി സി എത്ര? അപ്പോൾ നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലേ. അപ്പം 4 ഇൻറ്റു 9 ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി സ്ക്വയർ അപ്പോൾ 36 ആണെന്നും പി സി എത്ര ആണെന്നും എഴുതാൻ പറ്റും? √36. അതായത് ടാൻജൻറ്റിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണെന്നും എഴുതാം. ഇങ്ങനെ മാറ്റി തിരിച്ചു തരാം. നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. ലെറ്റർ മാറ്റി തന്നാലും നമ്മൾ ഐഡിയ വെച്ചിട്ട് പഠിക്കുക. മൊത്ത നീളം ഇൻറ്റു പുറത്തുള്ള നീളം ഈക്വൽ ടു ടാൻജൻറ്റിൻ്റെ സ്ക്വയർ. അങ്ങനെ തന്നെ പഠിക്കുക. ഒരു വൃത്തത്തിന് അകത്ത് 3 മൂലകളും മുട്ടി നിൽക്കുന്ന ഒരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സർക്കം സർക്കിൾ എന്ന് വിളിക്കും. അതായത് പരിവൃത്തം എന്ന് വിളിക്കും. പരിവൃത്തം. എന്നാൽ ഇതേ കാര്യം തിരിച്ചാലോചിച്ച് നോക്കി. അതായത് ഒരു ത്രികോണത്തിനോട് അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ സൈഡുകളിലെ ഒരു ബിന്ദുവിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു വൃത്തം അതിനുള്ളിൽ വരയ്ക്കാൻ പറ്റും അല്ലേ. അത് സർക്കിള് ഇൻസൈഡ് അല്ലേ. ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ അന്തർവൃത്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അന്തർവൃത്തത്തിൻ്റെ അതായത് ഈ വൃത്തത്തിൻ്റെ ടാൻജൻറ്റുകളാണ് ഈ ത്രികോണത്തിൻ്റെ സൈഡുകൾ. അപ്പോൾ ഈ വൃത്തത്തിന് ഒരു ടാൻജൻ്റാണ് ഈ സൈഡ്, ഇതും അതിനൊരു തൊടുവരയാണ്, ടാൻജൻ്റാണ്. ഇതും ആ വൃത്തത്തിനൊരു തൊടുവരയാണ്. അതായത് ഒരേ ഒരു ബിന്ദുവിൽ കൂടിയേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇൻസർക്കിളിൻ്റെ റേഡിയസ് 6 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം. A/S എന്നാണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ, ഒരു അന്തർവൃത്തത്തിൻ്റെ ആരം കാണാൻ, ഈ ആരം കാണാൻ വരച്ച് നോക്കാതെ ആരം കാണാൻ ഉള്ള ഇക്വേഷനാണ് A/S എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് അല്ലേ. ത്രികോണത്തിൻ്റെ പരപ്പളവാണ്, ത്രികോണത്തിൻ്റെ ഏരിയയാണ്, ത്രികോണത്തിൻ്റെ പരപ്പളവ്. ആൻഡ് എസ് എന്ന് വെച്ചാൽ എന്താണ്? എസ് എന്ന് വെച്ചാൽ സെമി പെരിമീറ്റർ ആണ്. എന്താണ് സെമി പെരിമീറ്റർ? സെമി പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ്, പെരിമീറ്ററിൻ്റെ പകുതിയാണ്. പെരിമീറ്ററിൻ്റെ പകുതി P/2 ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ത്രികോണത്തിൻ്റെ ഏരിയ 24ഉം ചുറ്റളവ് 12ഉം ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ അതായത് അതിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം നമുക്കറിയാം. ഇക്വേഷൻ എന്താണ്? A/S ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? A തന്നിട്ടുണ്ട് 24, പിന്നെ പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ടുണ്ട് 12. നമുക്ക് വേണ്ടുന്നത് S ആണ്. S എന്ന് വെച്ചാൽ പെരിമീറ്ററിൻ്റെ പകുതിയാണ് അല്ലേ, P/2 ആണ്. അതായത് എത്രയാണ്? 12ൻ്റെ പകുതി 6 ആണ്.
നമുക്ക് എ എത്രയാണ് 24/s എത്രയാണ് 6. സോ 24/6 4 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലേ ഇവിടെ ടാൻജൻറ്റുകളാണ് BC, AC ആൻഡ് AB. നമുക്ക് ആംഗിൾ എ എത്ര, ആംഗിൾ ബി എത്ര, ആംഗിൾ സി എത്ര, ഈ വലിയ ത്രികോണത്തിൻ്റെ കോണുകളെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ അകത്ത് 2 കോണുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ മൂന്നാമത്തെ കോൺ എഴുതാം. ഒരു ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? വൈയിലുണ്ടാകുന്ന ആംഗിൾ മൊത്തം കൂടെ കൂട്ടുമ്പോൾ 180. അപ്പോൾ 50 + 60 110 180 എന്ന് 110 കുറച്ചാൽ ഇത് 70 ആണെന്ന് എഴുതാം. ഇനി നമുക്കിതെങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെ ഇത് ഫില്ല് ചെയ്തെടുക്കാം? ഒന്നാമത് നമ്മൾ പഠിച്ചതാണ്, ഒരു ഞാണിൻ്റെ 2 എൻഡിലും തൊടുവര വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഞാണിൻ്റെ മറുവശത്ത് വൃത്തത്തിലുണ്ടായ കോണിന് ഈക്വൽ ആയിരിക്കും ആ തൊടുവരകൾക്കിടയുണ്ടായ കോൺ അല്ലേ. ഇതെത്ര അപ്പോൾ 50, ഇതും 50. പഠിച്ചതല്ലേ, തൊട്ട് മുമ്പ് പഠിച്ചതാണ്. അത് കണക്ക് തന്നെ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ഞാണിൻ്റെ ഇവിടെയും 60 ഡിഗ്രി വീതം ആയിരിക്കും. ഈ ഞാണിൻ്റെ 2 എൻഡും ചേർത്ത് വരച്ചപ്പോൾ 70 ഡിഗ്രി കിട്ടിയെങ്കിൽ ഈ ഞാണിൻ്റെ മറുഭാഗത്ത് തൊടുവരകൾക്കിടയിൽ ഉണ്ടായ കോണും 70 വീതം ആയിരിക്കും. അപ്പോൾ നമുക്കെല്ലാമായി അല്ലേ. ഇനി ഈ ഒരു ചെറിയ ത്രികോണം ഒന്ന് പരിഗണിച്ചാൽ 50 9 110. മൂന്നാമത്തെ കോണം അപ്പോൾ എത്രയാണ്? 180 - 110 അല്ലേ, അതായത് 70 ഡിഗ്രി. ഇത് 70 70 140. ഈ ത്രികോണത്തിലെ മൂന്നാമത്തെ കോണം അപ്പോൾ എത്രയാണ്? 180 നിന്ന് 140 കുറച്ചാൽ മതി അല്ലേ, 40 ഡിഗ്രി. ഇത് 60 60 120. മൂന്നാമത്തെ കോൺ 180 നിന്ന് 120 കുറച്ചാൽ മതി, 60 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ആംഗിൾ എ 60 ഡിഗ്രി, ആംഗിൾ ബി 40 ഡിഗ്രി ആൻഡ് ആംഗിൾ സി 70 ഡിഗ്രി. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ച് ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇവിടെ ചെറിയ ത്രികോണത്തിൻ്റെ കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. വലിയ ത്രികോണത്തിൻ്റെ 2 കോണുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ കോണ് നമുക്ക് ആദ്യമേ എഴുതാം. 70 60 130 അപ്പോൾ ഈ കോൺ എത്രയാണ്? 180 നിന്ന് 130 കുറച്ചാൽ മതി അല്ലേ, അതായത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഇനി നമ്മൾ പഠിച്ച മറ്റൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ത്രികോണത്തിൻ്റെ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന്, അതായത് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ത്രികോണത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരകൾ രണ്ടും തുല്യമായിരിക്കും അല്ലേ, തുല്യ നീളമായിരിക്കും. മാത്രവുമല്ല, അപ്പോൾ ഇത് രണ്ടും തുല്യ നീളമാണെങ്കിൽ, ഈ 2 നീളം തുല്യമാണെങ്കിൽ ഇത് എന്തൊരു ത്രികോണമാണ്? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ ഈ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാവണം. ഇത് രണ്ടും തുല്യമാവണം. ഇത് രണ്ടും തുല്യമാവണമെങ്കിൽ എത്ര വീതമായിരിക്കണം? 180 നിന്ന് 60 അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്കി 120 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 120 വരും. മാത്രമല്ല ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ എത്രയാണത്? 120ൻ്റെ പകുതി വീതമായിരിക്കും, 60 ഡിഗ്രി 60 ഡിഗ്രി വീതമായിരിക്കും. ഇത് കണക്ക് നമുക്കിവിടെ നോക്കാം. ഇവിടുന്ന് വരച്ചേക്കുന്ന 2 തൊടുവരകൾ വൃത്തത്തിലേക്ക് അല്ലേ, ഇതും ഇതും. അപ്പോൾ അവയുടെ നീളം തുല്യമാണ്. ഇതും ഒരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസിലസ് ട്രയാങ്കിളാണ്. ഈ സൈഡും ഈ സൈഡും തുല്യമായിരുന്നു. അപ്പോൾ ഈ 2 സൈഡിനെതിരെയുള്ള ഈ 2 കോണുകളും തുല്യമായിരിക്കണം അല്ലേ. ഈ 2 കോണുകളും തുല്യമായിരിക്കണമെങ്കിൽ എത്ര വീതം ആയിരിക്കണം? 180 നിന്ന് 70 കുറയ്ക്കുക, 110 വരും. 110ൻ്റെ പകുതി വീതമായിരിക്കും അല്ലേ, എത്രയാണ്? 55 ഡിഗ്രി വീതമായിരിക്കും. 55 55 ആയിരിക്കും. ആൻഡ് ഫൈനലി ഇതാണ്ട് ഈ ഒരു ത്രികോണം നോക്കിയാൽ ഇവിടുന്ന് 2 തൊടുവര വരച്ചേക്കുന്നു പുറത്തെ ഈ ബിന്ദുവിൽ നിന്ന്. അപ്പോൾ ഇവ 2 തുല്യം, സമപാർശ്വ ത്രികോണം. ആൻഡ് ഈ 2 കോണുകൾ അപ്പോൾ തുല്യം. എത്ര വീതമായിരിക്കും? 180 നിന്ന് 50 കുറയ്ക്കുക, 180 നിന്ന് 50 കുറച്ചാൽ 130. 130ൻ്റെ പകുതി എത്രയാണ്? 65 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഇതും 65 ഇതും 65. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇവിടെ 2 65 എങ്കിൽ ഈ ഞാണിൻ്റെ ഇവിടെ വരുന്നത് 65. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, രേഖീയ ജോഡി ലീനിയർ പെയർ വെച്ച് ചെയ്യാം. 3 കൂടെ കൂട്ടുമ്പോൾ 180 വരും എന്നുള്ളത് വെച്ചിട്ട് 180 - 55 + 60 വെച്ച് ചെയ്താൽ 65 തന്നെ നമുക്ക് ഇവിടെ കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ ഞാണിൻ്റെ ഇവിടെ 55 എങ്കിൽ ഈ ഞാണിൻ്റെ 2 എൻഡും ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായത് ഇവിടെ 55 ഡിഗ്രിയാണ്. ആൻഡ് ഈ ഞാണിൻ്റെ 2 എൻഡിലും 60 ഡിഗ്രി വീതമാണെങ്കിൽ അത് ഇവിടെ ഉണ്ടാക്കുന്ന കോണും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ചെറിയ ത്രികോണത്തിലെ എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിച്ചു. എത്ര വീതമാണ്? ഒരെണ്ണം 55 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി, അടുത്ത കോൺ 65 ഡിഗ്രി. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ ടാൻജൻറ്റുകളാണ്, വൃത്തത്തിൻ്റെ ടാൻജൻറ്റുകളാണ് AB, AC ആൻഡ് CB. ഇവയുടെ എല്ലാം നീളം തന്നിട്ടുണ്ട്. AB മൊത്തം 7 ആൻഡ് AC മൊത്തം 4, CB മൊത്തം 5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഓരോ മൂലയിൽ നിന്നും വരച്ചിരിക്കുന്ന ടാൻജൻറ്റുകളുടെ നീളം കണ്ടുപിടിക്കുക. അതായത് AR എത്ര, AP എത്ര,
സി പി എത്ര, സി ക്യു എത്ര, ബി ആർ എത്ര, ബി ക്യു എത്ര, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതാണ്ടേ, ഇവിടെ ഞാനിപ്പോൾ എ ആർ അറിയത്തില്ല അല്ലേ, എക്സ് എന്നെടുത്തു. എ ആർ എക്സ് ആണെങ്കിൽ എ പിയും എക്സ് ആണ്. കാര്യം പുറത്തുനിന്ന് വരച്ചേക്കുന്ന രണ്ട് തൊടുവരയുടെ നീളം തുല്യമാണ്. ഇവിടെ നിന്ന് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ബി ആറും ബി ക്യു ഈക്വലാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ വൈ എന്നെടുത്തു. സി പിയും സി ക്യു ഈക്വലാണ്. ഇത് രണ്ടും ഞാൻ ഇസഡ് എന്നെടുത്തു. നമുക്ക് ഇതിൻ്റെ ചുറ്റളവ് ഒന്ന് എഴുതാം. എത്രയാണ് ഇതിൻ്റെ ചുറ്റളവ്? പെരിമീറ്റർ എത്രയാണ്? 7ഉം 4ഉം 5 കൂടെ കൂട്ടിയാൽ മതി. 3 സൈഡോടെ കൂട്ടിയാൽ ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 7 + 4 + 5. 7 4 11, 5 16 അല്ലേ? ഇനി ഈ ചുറ്റളവ് ഈ എക്സും വൈയും ചേർത്തൊന്ന് എഴുതി നോക്കിയാലോ. അത് ചുറ്റളവിന് ഇങ്ങനെ പറഞ്ഞൂടെ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് അല്ലേ? എക്സ് പ്ലസ് വൈ, അടുത്ത സൈഡ് നോക്കിയാൽ വൈ പ്ലസ് ഇസഡ്, അടുത്ത സൈഡ് നോക്കിയാൽ ഇസഡ് പ്ലസ് എക്സ് കൂട്ടി. അപ്പോൾ എന്ത് തന്നെയായിരിക്കും? ചുറ്റളവ് 16 തന്നെയായിരിക്കും അല്ലേ? എത്ര എക്സ് ഉണ്ട്? 2x. എത്ര വൈ ഉണ്ട്? 2y. എത്ര ഇസഡ് ഉണ്ട്? 2z. അപ്പോൾ 2 കോമൺ എടുത്താൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് = 16 എന്നും, അതിൽ നിന്ന് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് = 2 അപ്പുറത്ത് കൊണ്ടുപോയി 16/2 എത്രയാണ്? 8 എന്നും എഴുതി വെക്കാം അല്ലേ? ഇതാണ് നമ്മുടെ കീ. ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ എക്സ് എന്ന് പറയുന്ന നീളം വേണം, വൈ എന്ന് പറയുന്ന നീളം വേണം, ഇസഡ് എന്ന് പറയുന്ന നീളം വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1-നകത്ത് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കറിയാം എക്സ് പ്ലസ് വൈ എത്രയാണ്? എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ എ ബി ആണ്. അത് എത്രയാണ്? 7 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ = 7 ആണെന്ന് നമുക്കറിയാം. അതിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 8 ആണെന്ന് അറിയാം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 8 ആണെന്ന് അറിയാം. അപ്പോൾ എക്സ് പ്ലസ് വൈ 7 ആണെങ്കിൽ ഇത് 7. അപ്പോൾ 7ഉം ഇസഡും കൂടെ കൂട്ടിയാൽ 8. ഇസഡ് എത്രയാണ്? അപ്പോൾ 8ൽ നിന്ന് 7 കുറച്ചാൽ മതി അല്ലേ? 8ൽ നിന്ന് 7 കുറച്ചാൽ 1 ആണ്. അപ്പോൾ ഇസഡിൻ്റെ നീളം നമുക്ക് 1 കിട്ടി. ഇതുപോലെ അടുത്തത് കണ്ടുപിടിക്കാം. നോക്കൂ, അടുത്ത സൈഡ് നോക്കിയാൽ ഇസഡ് പ്ലസ് വൈ അല്ലേ, അല്ലെങ്കിൽ വൈ പ്ലസ് ഇസഡ്. വൈ പ്ലസ് ഇസഡ് ആണ് ഈ സൈഡ് സി ബി മൊത്തം 5 ആണ്. അപ്പോൾ വൈ പ്ലസ് ഇസഡ് 5 ആണ്. നമുക്കറിയാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 8 ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 8 ആണ്. അപ്പോൾ വൈ പ്ലസ് ഇസഡ് 5 ആണ്. എങ്കിൽ എക്സ് എത്രയാണ്? 8ൽ നിന്ന് 5 കുറയ്ക്കുന്നതാണ്. 8ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 3 ആണ്. സോ നമുക്ക് എക്സിൻ്റെ വില കിട്ടി എത്രയാണ്? 3 കിട്ടി. ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ സൈഡിൽ നിന്ന് നമുക്ക് വൈയും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കാരണം എക്സ് പ്ലസ് ഇസഡ് എത്രയാണെന്നറിയാം? എ സി ആണ്. എ സി എന്ന് വെച്ചാൽ 4 ആണ്. അപ്പോൾ എക്സ് പ്ലസ് ഇസഡ് 4 ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 8 ആണ്. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ അതിൽ നിന്ന് വൈ മാത്രമായിട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ എക്സ് പ്ലസ് ഇസഡ് 4 ആണ്. ആ 4നെ അപ്പുറത്ത് മൈനസ് ചെയ്താൽ മതി. 8 - 4 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇതിൽ വരയ്ക്കാനുള്ളതല്ല, ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ 2 ചാപ്റ്ററിൽ നിന്നും കൂടുതലും ചോദിക്കുന്നത് വരയ്ക്കുന്ന ക്വസ്റ്റ്യനുകളാണ്.